ഹായ് ഫ്രണ്ട്സ്, ഗ്രോ മലയാളി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളർത്താൻ വളരെ എളുപ്പമുള്ളതും കാണാൻ സുന്ദരവുമായ റിയോ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് 3 ടൈപ്പിലുണ്ട്: യെല്ലോ ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡ്. ഈ 3 ഷെയ്ഡിൻ്റെയും ലീഫിൻ്റെ അടിയിൽ പേർപ്പിൾ കളറാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ തീർച്ചയായും എവിടുന്നെങ്കിലും നിങ്ങൾ ഈ ഒരു പ്ലാന്റ് സംഘടിപ്പിക്കുക. ഒരെണ്ണം കിട്ടിയാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഒരു 10-ലധികം പ്ലാന്റ്സ് ഉണ്ടാക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്ലാന്റിൻ്റെ ഈ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് വെക്കുക. സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് മേലത്തെ ഭാഗം അതിനോട് ചേർന്ന് തന്നെ മണ്ണിൽ കുഴിച്ചിടുക. ആ സ്റ്റെമ്മ് കട്ട് ചെയ്ത് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും ആ സ്റ്റെമ്മിന്ന് നിറയെ ഷൂട്ട്സ് വരാൻ തുടങ്ങും. അപ്പോൾ അത് 1-2 ഒന്നല്ല, ഒരു 10-ലധികമോ ഷൂട്ട്സ് വരും. അപ്പോൾ തന്നെ ഈ പ്ലാന്റ് ബുഷിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ 2 ആഴ്ച പ്രായമായിട്ടുള്ള ഷൂട്ട്സാണ്. അപ്പോൾ ഇത്ര വണ്ണായി 2 ആഴ്ച കൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഈ 3 പ്ലാന്റിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ ഒരു പ്ലാന്റാണ്. അതേപോലെ തന്നെ പേർപ്പിൾ കളറിലുള്ള പ്ലാന്റും ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതും വളരെ പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ട്, പക്ഷേങ്കിൽ ഒരെണ്ണേ കിട്ടിയുള്ളൂ എങ്കിൽ നിങ്ങൾ ഈ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. വേറുള്ള ഭാഗത്ത് നിന്ന് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ നിന്ന് കട്ട് ചെയ്യാം. അപ്പോൾ തന്നെ അത് ഒരുപാട് ഷൂട്ട്സ് ആയിട്ട് വരും. പിന്നെ ഈ റിയോ പ്ലാന്റിന് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഇഷ്ടം. ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം മങ്ങാനും സാധ്യതയുണ്ട്. പിന്നെ ഇത് ഷെയ്ഡിലാണ് വെക്കുന്നതെങ്കിലും ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് കളർ കിട്ടില്ല. ഇതിൻ്റെ മണ്ണ് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് വെള്ളം വാർന്നു പോകുന്നൊരു മണ്ണാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നല്ല ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റാണ്. ഈ പ്ലാന്റ് ആരുടെ കയ്യിലും ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ഒന്ന് സംഘടിപ്പിക്കുക. ഇങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറേ പ്ലാന്റ്സ് ആക്കാൻ പറ്റും. പിന്നെ വേറെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഈ റിയോ പ്ലാന്റ് വീടിന് നല്ല ബ്യൂട്ടി നൽകും. ഫ്രഷായി സൂക്ഷിക്കാനും സഹായിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്കും ഈ പ്ലാന്റ് ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.